ഇന്ന് ഈ വീഡിയോയിലൂടെ ലങ് ക്യാൻസറിനെ പറ്റി മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നോക്കാം. എല്ലാ തരത്തിലുള്ള ക്യാൻസറിനേക്കാളും ലങ് ക്യാൻസർ വളരെയധികം അപകടം പിടിച്ചതാണ്. ലോകത്തിൽ ഇന്ന് ക്യാൻസർ വന്ന് മരിക്കുന്നവരിലേറെയും ലങ് ക്യാൻസർ വന്ന് മരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ലങ് ക്യാൻസർ പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ലാതെ ലങ് ക്യാൻസർ കൂടി വരാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ കാലത്ത്. ഇതിലുള്ള പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് നോക്കാം. തുടക്കകാലത്ത് തന്നെ ഇത് കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ലങ് ക്യാൻസർ വന്നവരിൽ ഇന്ന് മരിക്കുന്നതിൽ ഭൂരിഭാഗവും തുടക്കകാലത്ത് രോഗം കണ്ടെത്താത്തതാണ് പ്രധാന മരണകാരണം. അതുകൊണ്ടാണ് ലങ് ക്യാൻസറിന് മരുന്നില്ല എന്ന് കരുതുന്നത് തെറ്റാവുന്നത്. ആരംഭഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ചാൽ ശരിയാക്കാവുന്ന സാധ്യത വളരെ കൂടുതലാണ്. ആയുർവേദത്തിൽ ഈ ലങ് ക്യാൻസറിന് വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണുള്ളത്. ഒരുപാട് ലങ് ക്യാൻസർ രോഗികൾക്ക് ഞങ്ങളുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നു. പുനർജൻ ആയുർവേദം അഭിമാനത്തോടു കൂടി പറയുന്നു, രോഗം ഏത് സ്റ്റേജിലായാലും മൂലകാരണം കണ്ടെത്തി ചികിത്സ ചെയ്ത് ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. ലങ് ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾക്കറിയാമോ, ലോകത്താകെയുള്ള ക്യാൻസർ കേസുകളിൽ അധികവും ലങ് ക്യാൻസർ സംബന്ധിച്ചിട്ടുള്ള കേസുകളാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് ഇത്രയധികം ലങ് ക്യാൻസറുകൾ ഉണ്ടാവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ: മാലിന്യം. ഈ മാലിന്യം കാരണം 20 ലക്ഷം പേർക്ക് ലങ് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. ഇതിൽ 85%, അതായത് 17 ലക്ഷത്തോളം പേർ മരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇതെല്ലാം മനുഷ്യരുടെ തെറ്റ് കാരണമാണ് സംഭവിച്ചത്. ഈ മാലിന്യത്തിന് കാരണവും ജനങ്ങൾ തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഫാക്ടറികൾ തുറക്കപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ വെള്ളത്തിലും കാറ്റിലും പിന്നെ ഭൂമിയിലും ആസ്ബസ്റ്റോസ്, ടൊബാക്കോ, അലുമിനിയം ഫാക്ടറികളിൽ നിന്ന് വരുന്ന പെട്രോൾ, ഡീസൽ, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോലുള്ള മാലിന്യങ്ങൾ കാരണം ഇതെല്ലാം ഇന്ന് ശുദ്ധമായ കാറ്റിനെ മാലിന്യമാക്കുകയാണ്. ഈ കാറ്റ് ശ്വസിക്കുന്നത് മൂലം ശ്വാസകോശത്തിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ജനിതക മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ്. അതുകൊണ്ട് സിറ്റിയിൽ ജീവിച്ചു വരുന്നവർക്ക് ഈ രോഗം അധികമായിട്ടുണ്ടാകുന്നു. എപ്പോഴും അവർ മാലിന്യം കലർന്ന കാറ്റാണ് ശ്വസിക്കുന്നത്. പുകവലിക്കുന്നത്, കൈനി, ഗുഡ്ക പോലുള്ള സാധനങ്ങൾ ശ്വാസകോശത്തിലും തൊണ്ടയിലും കൂടി ക്യാൻസർ ഉണ്ടാക്കുന്നു. സിഗരറ്റ് വലിക്കുമ്പോൾ, ഒരു തവണ പുകവലിക്കുമ്പോൾ ഉള്ളിൽ ചെല്ലുന്നത് 500 മേൽപ്പെട്ട ടൊബാക്കോ ഇൻഗ്രീഡിയൻസ് ശ്വാസകോശത്തിനുള്ളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 70% മേലെ ക്യാൻസർ പടർത്താൻ സാധ്യതയുള്ള കാർസിനോജെനിസൽ ഉണ്ട്. ഇത് ക്യാൻസർ സെല്ലിനെ വളരെ വേഗം പടർത്തുന്നു. ഈ കാലത്ത് വാഹനത്തിൽ നിന്ന് വരുന്ന പുക പോലും ലങ് ക്യാൻസറിന് വഴിവെക്കുന്നു. ലങ് ക്യാൻസറിലുള്ള അപകടം നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഡെത്ത് റേറ്റിംഗ് വളരെ വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 100 പേർക്ക് ലങ് ക്യാൻസർ വരികയാണെങ്കിൽ അതിൽ തന്നെ 85% മരിച്ചു പോകുന്നു. ലങ് ക്യാൻസറിനെ പറ്റി ശ്രദ്ധയോടെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്.